നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതൃത്വം കൈവിട്ടതോടെ രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പദവി ഒഴിഞ്ഞത് കടുത്ത നടപടിയെന്ന വി ഡി സതീശന്റെ മുന്നറിയിപ്പിന് പിന്നാലെ MLA സ്ഥാനത്ത് തുടരും. രാഹുൽ മാങ്കുട്ടത്തിന് കുരുക്കായി കൂടുതൽ വെളിപ്പെടുത്തലുകൾ. തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ പറഞ്ഞതായി ട്രാൻസ് വുമൺ അവന്തിക. ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്ത്. രാഹുലിനെതിരായ പരാതിയിൽ നിയമോപദേശം തേടി കൊച്ചി സിറ്റി പോലീസ്. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഇടതുപക്ഷവും BJPയും. MLA സ്ഥാനവും രാജിവെക്കണമെന്ന് CPIM. സംരക്ഷിച്ചത് വി ഡി സതീശനെന്ന് BJP. പാലക്കാട്ടെ MLA ഓഫീസിലേക്കും പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്കും മാർച്ചുകൾ. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്താനിരുന്ന ലോങ് മാർച്ച് മാറ്റി. പാലക്കാട് നഗരസഭയിലെ പരിപാടിയിൽ നിന്ന് രാഹുൽ മാങ്കുട്ടത്തിലിനെ വിലക്കി. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ രാജിയോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവം. അബിൻ വർക്കി, OJ ജനീഷ്, ബിനു ചുള്ളിയോട്, KM അഭിജിത്ത് എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ. അബിൻ വർക്കിക്ക് കൂടുതൽ സാധ്യത. അന്തരിച്ച പീരുമേട് MLA വാടൂർ സോമന് ആദരാഞ്ജലി. അന്ത്യം തിരുവനന്തപുരത്ത് പൊതുപരിപാടിക്കിടെ കുഴഞ്ഞു വീണ്. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ഇടുക്കി പഴയ പാമ്പനാറിലെ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി അന്ത്യോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രി. വിടവാങ്ങിയത് തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ നേതാവ്. യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കോട്ടയം CMS കോളേജിൽ വൻ സംഘർഷം. KSU SFI ഏറ്റുമുട്ടൽ. കല്ലേറിൽ 4 SFI പ്രവർത്തകർക്ക് പരിക്ക്. പോലീസ് ലാത്തി വീശി. ജില്ലാ പോലീസ് മേധാവിയുടെ വാഹനം തടഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറിയും DCC പ്രസിഡന്റും ക്യാമ്പസിൽ. തൊടുപുഴ അൽ അസർ കോളേജിലും കയ്യാങ്കളി. ഭൂരിപക്ഷം കോളേജുകളിലും വിജയം അവകാശപ്പെട്ട് SFIയും KSUവും. സംസ്ഥാനത്ത് ജീവനെടുത്ത് വീണ്ടും കാട്ടാന. ദാരുണമായി കൊല്ലപ്പെട്ടത് മലപ്പുറം കിഴക്കേ ചാത്തല്ലൂർ സ്വദേശി കല്യാണിയമ്മ. ആക്രമണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ തുരത്തുന്നതിനിടെ. പീരുമേട്ടിലെ ആദിവാസി സ്ത്രീയുടെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകാതെ വനംവകുപ്പ്. സീത കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിൽ എന്ന് കണ്ടെത്തിയിട്ടും നടപടിയില്ല. തന്നെ പ്രതിയാക്കാൻ വനംവകുപ്പിന്റെ ശ്രമമെന്ന് സീതയുടെ ഭർത്താവ്. തിരുവനന്തപുരം പാലോട് പുലിയെ കണ്ട പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനംവകുപ്പ്. പുലിയെ കണ്ട വെങ്കട്ടമൂടിലും പരിസരങ്ങളിലും ക്യാമറ സ്ഥാപിച്ചു. 2 ദിവസം മുൻപ് വെങ്കട്ടമൂടിൽ പോത്തിനെ പുലി പിടികൂടിയിരുന്നു. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് അടുത്ത മാസം 9 വരെ നീട്ടി ഹൈക്കോടതി. യാത്രാ ദുരിതം പരിഹരിക്കാൻ ട്രാഫിക് മോണിറ്ററിംഗ് ആൻഡ് ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശം. ദേശീയപാതയിൽ മുരിങ്ങൂരിലെ ഗതാഗത കുരുക്കിൽ പ്രതിഷേധം തുടരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിനിടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രോജക്ട് എഞ്ചിനീയറെ പൂട്ടിയിട്ടു. മധുരയെ ഇളക്കിമറിച്ച് തമിഴക വെട്രിക്കഴകത്തിന്റെ മഹാസമ്മേളനത്തിൽ വിജയ്. DMKയ്ക്കും BJPയ്ക്കും രൂക്ഷ വിമർശനം. സ്റ്റാലിൻ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പ്രഖ്യാപനം. BJPയിൽ ചേർന്ന നടി കസ്തൂരി വിജയെ പ്രശംസിച്ച് രംഗത്ത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഓൺലൈൻ ചൂതാട്ട നിയന്ത്രണ ബില്ല് രാജ്യസഭ ശബ്ദ വോട്ടോടെ പാസാക്കി. അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിൽ 30 ദിവസം പൂർത്തിയാക്കുന്ന മന്ത്രിമാരെ അയോഗ്യരാക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലടക്കം 3 ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതായും ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ. കോഴിക്കോട് രാമനാട്ടുകരയിൽ അതിഥി തൊഴിലാളിയുടെ മകളെ ആൺ സുഹൃത്ത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് പരാതി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ജോലി ചെയ്യുന്ന തുണിക്കടയിൽ നിന്ന്. കാറിൽ വെച്ച് മയക്കുമരുന്ന് നൽകിയ ശേഷം ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന ആരോപണം. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ആൺ സുഹൃത്തിനായി തിരച്ചിൽ. പുതിയ KSRTC ബസ്സുകൾ പുറത്തിറക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി നടൻ മോഹൻലാൽ
ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ലക്ഷ്യമിടുന്നത് ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ അധിക വരുമാനം. പുതിയ ബസ്സുകൾ സെപ്റ്റംബർ 1 മുതൽ സർവീസ് തുടങ്ങും. എറണാകുളം പറവൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതികൾ ഒളിവിൽ തന്നെ. ആശാബെന്നിയെ ഭീഷണിപ്പെടുത്തിയ പ്രദീപ് കുമാറിനും ബിന്ദുവിനെയും പിടികൂടാനായില്ല. മകൾ ദീപയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. നടപടി ആശാബെന്നിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. താമരശ്ശേരിയിൽ രോഗം ബാധിച്ച് മരിച്ച കുട്ടിയുടെ സഹോദരനും രോഗം. 7 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചത് ഇന്ന് നടത്തിയ ടെസ്റ്റിൽ. 24 ഇംപാക്ട്. കാസർഗോഡ് കുണ്ടൻകുഴിയിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർത്ത പ്രധാനാധ്യാപകനെതിരെ നടപടി. അധ്യാപകനെ സ്ഥലം മാറ്റിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തീരുമാനം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. പാലക്കാട് വടക്കന്തറയിൽ സ്കൂൾ പരിസരത്ത് പൊട്ടിയത് സ്ഫോടക വസ്തുവെന്ന എഫ്ഐആർ. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ചുമത്തി. സ്ഫോടക വസ്തുവിന്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് CPIM. RSS കാര്യാലയം റെയ്ഡ് ചെയ്താൽ ആയുധശേഖരം കണ്ടെത്താമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പൊട്ടിത്തെറിച്ചത് പടക്കമെന്നാവർത്തിച്ച് BJP. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരിന് മാറ്റമില്ല. അനുമതി നൽകി കായിക മന്ത്രാലയം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് അനുമതി അന്താരാഷ്ട്ര വേദികളിൽ മാത്രമെന്നും കായിക മന്ത്രാലയത്തിന്റെ പോളിസി. ഡൽഹിയിലെ തെരുവുനായ ശല്യത്തിൽ സുപ്രീംകോടതി 3-അംഗ ബെഞ്ചിന്റെ വിധി നാളെ. സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിലാണ് വിധി. ജസ്റ്റിസ് പർദേവാലയുടെ ബെഞ്ചിൽ നിന്നാണ് കേസ് 3-അംഗ ബെഞ്ചിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിന് ഇരയായി നഷ്ടപരിഹാരത്തിന് കാത്തിരിക്കുന്നത് 8,263 പേർ. 2016 മുതൽ കഴിഞ്ഞ ദിവസം വരെ ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിക്ക് മുന്നിലെത്തിയത് 9,000-ൽ ഏറെ അപേക്ഷകൾ. കടിയേൽക്കുന്നതിനേക്കാൾ വേദനയാണ് ഓഫീസുകൾ കയറി ഇറങ്ങുന്നതെന്ന് നഷ്ടപരിഹാരം കാത്തിരിക്കുന്നവർ 24-നോട്. രാഷ്ട്രപതി റഫറൻസുമായി ബന്ധപ്പെട്ട വാദത്തിൽ 3-ാം ദിവസത്തിലും കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ആർട്ടിക്കിൾ 200 പ്രകാരം ബില്ല് തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനുള്ള പരിരക്ഷ എന്താണ് എന്ന് ചീഫ് ജസ്റ്റിസ്. ഗവർണർ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ നിയമസഭ പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുമെന്നും ഭരണഘടനാ ബെഞ്ച്. ചില പ്രശ്നങ്ങൾക്ക് കോടതിയിൽ പരിഹാരം കാണാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന്റെ മറുപടി. കൊച്ചി നഗരത്തിൽ വീണ്ടും സ്വകാര്യ ബസിന്റെ മത്സരയോട്ടം. അപകടത്തിൽ നിന്ന് കാൽനട യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. എറണാകുളം പാലാരിവട്ടത്തുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജമാൽ കരിപ്പൂരിനെതിരെയാണ് നടപടി. പള്ളിക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ജമാൽ. നടൻ വിനായകന്റെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ വിമർശനവുമായി അഭിനേതാക്കളുടെ സംഘടന അമ്മ. അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസും അടക്കമുള്ളവർക്കെതിരെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയതിലാണ് വിമർശനം. സംഘടനയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. കൊല്ലം നിലമേലിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. കൊട്ടാരക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഇനോവയും കൂട്ടിയിടിച്ചു. മന്ത്രി വീണ ജോർജിന് അകമ്പടി വന്ന പോലീസ് വാഹനത്തിലാണ് പരുക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്രമിച്ച പ്രതി പ്രൊഫഷണൽ കുറ്റവാളിയെന്ന് പോലീസ്. കള്ളക്കടത്ത്, വധശ്രമം ഉൾപ്പെടെ 9 കേസുകളിൽ പ്രതി രാജേഷ് കിംജിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. KTU വൈസ് ചാൻസലർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിമാർക്കും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകണമെന്ന VC-യുടെ ഇടക്കാല ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. വികസിത് ഭാരത് 2047 ലക്ഷ്യത്തിലേക്കായി 2 പുതിയ അനൗപചാരിക മന്ത്രിതല സമിതികൾ രൂപീകരിച്ചു കേന്ദ്ര സർക്കാർ. സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായാണ് സമിതികൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സമിതികളെ നയിക്കും. അമേരിക്കൻ തീരുവ ഭീഷണിക്കിടെ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ ചൈന. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ചൈനയിലേക്ക് സ്വാഗതം ചെയ്ത് അംബാസിഡർ. അമേരിക്കൻ ഭീഷണി നേരിടാൻ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും പ്രഖ്യാപനം. കൊല്ലം തെന്മലയിൽ ലോറി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിൽ. ഞാറക്കാട് സ്വദേശികളായ അൻഷാദ് ഷാ,
അജ്മൽ ഷാ എന്നിവരാണ് പിടിയിലായത്. ഒന്നാം പ്രതി കുന്നിക്കോട് സ്വദേശി മുഹമ്മദ് സാബിത്ത് ഒളിവിൽ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതി പിടിയിൽ. കുൽബർ വാടി സ്വദേശി തിമ്മയ്യാണ് അറസ്റ്റിലായത്. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ബംഗളൂരുവിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ PK ബുജൈറിന് ജാമ്യം. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരനാണ് PK ബുജൈർ. ഓണച്ചെലവിനായി സർക്കാർ വായ്പയെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് 3000 കോടി രൂപയാണ് വായ്പയെടുക്കുക. കടപ്പത്രം വഴിയാണ് വായ്പ. കഴിഞ്ഞ ആഴ്ചയും 1000 കോടി വായ്പയെടുത്തിരുന്നു. തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പ്രതി ഭാസുരാംഗന്റെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കണ്ടല ബാങ്ക് സെക്രട്ടറിക്കാണ് കൈമാറിയത്. കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി പ്രിയങ്ക ഗാന്ധി. വയനാട്ടിലെ ആരോഗ്യ പദ്ധതികൾ എയിംസ് വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പാലക്കാട് ഒറ്റപ്പാലത്ത് യുവതിയെ വിവാഹം ചെയ്ത് നൽകാത്തതിന് വീട് കയറി ആക്രമണം. 3 യുവാക്കൾ അറസ്റ്റിൽ. തൃക്കടീരി സ്വദേശികളായ മുഹമ്മദ് ഫാസിൽ, മുഹമ്മദ് ഫവാസ്, മുഹമ്മദ് സാദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ MDMAയുമായി 18കാരൻ പിടിയിലായി. ആശുപത്രിയിൽ അഡ്മിറ്റായ സുഹൃത്തിന് MDMA എത്തിച്ചു കൊടുക്കുന്നതിനിടെയാണ് പിടിയിലായത്. തിരുവമ്പാടി സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. സർക്കാർ ട്രഷറി നിയന്ത്രണം കടുപ്പിച്ച് സർക്കാർ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലെ ബില്ലുകൾക്കാണ് നിയന്ത്രണം. 10 ലക്ഷത്തിന് മുകളിൽ ബില്ല് മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം. സ്കൂൾ ആഘോഷവേളകളിൽ യൂണിഫോം നിർബന്ധമാക്കില്ല. വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ പുറത്തിറക്കി. ഓണം, ക്രിസ്മസ്, റംസാൻ ആഘോഷവേളകളിൽ യൂണിഫോം നിർബന്ധമല്ല. സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിൽ കേരളത്തിലെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊച്ചി കോർപ്പറേഷന്. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങ് മന്ത്രി MB രാജേഷിൽ നിന്ന് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK അഷറഫിന്റെയും നഗരസഭാ സെക്രട്ടറി PS ഷിബുവിന്റെയും നേതൃത്വത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്വച്ഛ് സർവേഷൻ 2024 ദേശീയതല റാങ്കിങ്ങിൽ 50ാം സ്ഥാനവും സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനവും കോർപ്പറേഷന് ലഭിച്ചിരുന്നു. കോട്ടയം നഗരത്തിൽ നാട്ടുകാരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് വിരിഞ്ഞകൊമ്പൻ എന്ന കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. 10ാം ബ്ലോക്കിൽ സെല്ലിന്റെ ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഫോൺ കണ്ടെത്തിയത്. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. രാമല്ലൂർ സ്വദേശി ആദർശ്, പൂനൂർ സ്വദേശി അർജുൻ ഹരിദാസ് എന്നിവരാണ് പിടിയിലായത്. 2 പേർ ഓടി രക്ഷപ്പെട്ടു. എറണാകുളം മലയാറ്റൂർ കടപ്പാറയിൽ വന്യജീവി ആടിനെ കടിച്ചുകൊന്നു. പുലിയാണ് ആക്രമിച്ചതെന്ന ആശങ്കയിൽ നാട്ടുകാർ. കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാലാഴിയിൽ 3 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെയായിരുന്നു തെരുവ് നായ കടിച്ചത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് കട്ടിപ്പാറയിൽ ആടിനെ കുറുനരികൾ കൊന്നുതിന്നു. മേലിടത്ത് മാത്യുവിന്റെ ആടിനെയാണ് കൊന്നുതിന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. കോഴിക്കോട് കക്കോടി പടിഞ്ഞാറ്റുമുറി യുവജന കലാവേദിയുടെ സുവർണ ജൂബിലി സമാപനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച CPIM ഓഫീസ് VS മന്ദിരം KK ശൈലജ MLA നാടിന് സമർപ്പിച്ചു. VSന്റെ ഫോട്ടോ ജില്ലാ കമ്മിറ്റി അംഗം KM രാധാകൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു. കോഴിക്കോട് ഉള്ളിയേരിയിൽ കാർ ഓട്ടോയിലിടിച്ച് 3 പേർക്ക് പരിക്ക്. മുണ്ടോത്ത് പള്ളിക്ക് സമീപമാണ് അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് പാമ്പാടി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ISRO ബഹിരാകാശ സിംപോസിയം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ജോൺസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. ISRO ഡിവിഷൻ ഹെഡ് അഭിലാഷ് നാരായണൻ ഇന്ത്യൻ ബഹിരാകാശ ചരിത്രവും ഭാവി പദ്ധതികളെയും അധികരിച്ച് മുഖ്യപ്രഭാഷണം നടത്തി.
അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസിൽ ബിരുദദാന ചടങ്ങ് നടന്നു. മാനേജ്മെന്റ് ബോർഡ് അംഗവും ട്രഷററുമായ സ്വാമി രാമകൃഷ്ണാനന്ദപുരി സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയർമാൻ ഡോക്ടർ ടി.ജി. സീതാറാം മുഖ്യ അതിഥിയായി. കേരള ദിനേശ് ഓണം സ്റ്റാൾ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടൻ ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. കൈത്തറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കിൽ ബാലൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അറിയിപ്പുകൾ നോക്കാം. പത്തനംതിട്ട വെണ്ണിക്കുളം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ സിവിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിൽ സീറ്റൊഴിവ്. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 25, 26, 27 തീയതികളിൽ. കേരള സ്റ്റേറ്റ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികൾ, വിവിധ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 13 ദേശീയ ലോക് അദാലത്ത് നടത്തും. പത്തനംതിട്ട ജില്ല, തിരുവല്ല, റാന്നി, അടൂർ കോടതി സമുച്ചയങ്ങളിലാണ് അദാലത്ത്. സീഡിറ്റ് തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ. തിരുവനന്തപുരം ബാറ്റൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എം.ടെക് സീറ്റൊഴിവ്. ഈ മാസം 25, 26, 27 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 15 ദിവസത്തെ സംരംഭകത്വ വികസന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഡോക്യുമെന്റേഷൻ ഹാളിൽ സെപ്റ്റംബർ 10 മുതൽ 27 വരെയാണ് പരിശീലനം. തിരുവനന്തപുരം അരുവിക്കര സർക്കാർ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം സെപ്റ്റംബർ 9 രാവിലെ 10 നെടുമങ്ങാട് മഞ്ച സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ. ദേശീയ വാർത്തകൾ. GST നവീകരണത്തിനുള്ള കേന്ദ്രത്തിന്റെ പരിഷ്കരണ ശുപാർശ മന്ത്രിതല സമിതി അംഗീകരിച്ചു. ഭേദഗതി വരുന്നതോടെ 5-18% സ്ലാബുകളാകും നികുതി ഘടനയിൽ ഉണ്ടാവുക. ഡൽഹിയിലെ സ്കൂളുകൾക്ക് വീണ്ടും ബോംബ് ഭീഷണി. 5 സ്കൂളുകൾക്ക് ഇന്ന് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചു. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. അഹമ്മദാബാദിൽ 10ാം ക്ലാസ്സുകാരനെ 8ാം ക്ലാസ്സുകാരൻ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. പ്രതി കുറ്റം സമ്മതിക്കുന്ന ചാറ്റുകൾ പുറത്ത്. BJP നേതാവ് BL സന്തോഷിനെ അപമാനിച്ചു എന്ന കേസിൽ ധർമ്മസ്ഥല ആക്ഷൻ കൌൺസിൽ ചെയർമാൻ മഹേഷ് ടി തിമ്മരോടി അറസ്റ്റിൽ. ചോദ്യം ചെയ്യാൻ ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ്. ബംഗാളിൽ വംശീയ അതിക്രമം. കൊൽക്കത്ത സർവകലാശാലയിൽ ബംഗാളി ഭാഷ സംസാരിച്ചതിന് വിദ്യാർത്ഥികളെ വ്യാപാരികൾ മർദ്ദിച്ചു. 2 പേർ അറസ്റ്റിൽ. ഡൽഹി പോലീസിന് പുതിയ മേധാവി. സതീഷ് ഗോൽച്ച IPSനെ പുതിയ കമ്മീഷണറായി നിയമിച്ചു. രാജ്യാന്തര വാർത്തകൾ. ലിപുലേഖ് ചുരം വഴി ചൈനയുമായുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നതിനായി എതിരായ നേപ്പാളിന്റെ എതിർപ്പ് തള്ളി ഇന്ത്യ. അംഗീകരിക്കാൻ കഴിയാത്തതും വസ്തുതകൾക്ക് നിരക്കാത്തതുമായ അവകാശവാദം എന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. ഗസയിലേക്ക് ഇസ്രയേൽ കരസേനയുടെ സംഘടിത നീക്കം തുടങ്ങി. വെടിനിർത്തൽ സാധ്യത തകർത്ത് രക്തച്ചൊരിച്ചിൽ നടത്താനെന്ന് ഹമാസ്. മൈക്രോസോഫ്റ്റ് ക്യാമ്പസിൽ അതിക്രമിച്ചു കടന്ന് ചുവന്ന പെയിന്റ് ഒഴിച്ച കേസിൽ 18 പേർ അറസ്റ്റിൽ. മൈക്രോസോഫ്റ്റ് ക്യാമ്പസിൽ പ്രതിഷേധിച്ചവരെയാണ് വിവിധ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തത്. റഷ്യയെ ചേർക്കാതെ യുക്രൈനിന്റെ സുരക്ഷാ ഗ്യാരണ്ടി ചർച്ച ചെയ്യാനില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി. യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ചയിൽ പങ്കെടുത്താൽ ചൈനയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് റഷ്യ. അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ പ്രൊവിൻസ് മുനിസിപ്പൽ കോടതിയിലെ മുൻ ചീഫ് ജഡ്ജിയായ ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ലോകത്തിലെ ഏറ്റവും ദയയുള്ള ജഡ്ജി എന്നാണ് ഫ്രാങ്ക് കാപ്രിയോ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ വ്യോമഗതാഗത വിലക്ക് സെപ്റ്റംബർ 23 വരെ നീട്ടി. ഈ മാസം 24 അവസാനിക്കേണ്ടിയിരുന്ന വിലക്കാണ് നീട്ടിയത്. GST പരിഷ്കരണം ഗുണകരമാകും എന്ന പ്രതീക്ഷയിൽ 6ാം ദിവസവും നേട്ടം തുടർന്ന് ഓഹരി വിപണി. സെൻസെക്സ് 142.87 പോയിന്റ് നേട്ടത്തിൽ 82,000 എന്ന നിലയിൽ എത്തി. വരിക്കാരെ ചേർക്കുന്നതിന് ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷൻ നടത്താൻ സ്റ്റാർ ലിങ്കിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ആധാർ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് KYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. കഴിഞ്ഞ ദിവസങ്ങളിൽ താഴ്ചയുടെ സൂചനകൾ കാണിച്ച സ്വർണം ഇന്ന് ഗ്രാമിന് 50 രൂപ വർദ്ധിച്ചു. രാജ്യത്ത് വീണ്ടും മൊബൈൽ റീചാർജ് താരിഫ് വർധനയ്ക്ക് കളമൊരുങ്ങുന്നു. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ കമ്പനികൾ തങ്ങളുടെ അടിസ്ഥാന നിരക്കുകൾ
പിൻവലിച്ചത് നിരക്ക് വർധനയ്ക്ക് വേണ്ടിയെന്ന് സൂചന. ഇന്തോനേഷ്യയിൽ നിന്ന് അമേരിക്കയിലെത്തിയ ചെമ്മീനിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് മുന്നറിയിപ്പുമായി US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ലോസ് ഏഞ്ചലസ്, ഹ്യൂസ്റ്റൺ, മയാമി തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലാണ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥം കണ്ടെത്തിയത്. ലീഗ്സ് ഓഫ് ഫുട്ബോളിന്റെ സെമി ഫൈനൽ ലൈനപ്പായി ഇന്റർ മയാമി ഒർലാൻഡോ സിറ്റിയെയും LA ഗാലക്സി സിയാറ്റിൽ സൗണ്ടേഴ്സിനെയും നേരിടും. മുംബൈ രഞ്ജി ടീമിന്റെ നായകസ്ഥാനം ഒഴിഞ്ഞ് അജിൻക്യ രഹാനെ പുതുതലമുറയ്ക്ക് വഴിയൊരുക്കുന്നതിനാണ് സ്ഥാനത്ത് നിന്നും മാറുന്നതെന്ന് രഹാനെ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ സെലക്ടറായി അജിത് അഗാർക്കർ തുടരും. 2026 വരെയാണ് പുതിയ കരാർ. ഓസ്ട്രേലിയ എക്കെതിരായ അനൌദ്യോഗിക ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി രോഹിത് ശർമ്മ കളിക്കുമെന്ന റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ 30 കാൺപൂരിലാണ് മത്സരം. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ശ്രേയസ് അയ്യർ ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായകനാകുമെന്ന റിപ്പോർട്ട്. 2020-ൽ ഗിൽ, സൂര്യകുമാർ യാദവിന്റെ പിൻഗാമിയാകുമെന്നും റിപ്പോർട്ടിൽ. ICC വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. നാറ്റ് സ്കീവർ ബ്രണ്ടാണ് ക്യാപ്റ്റൻ. കായിക താരങ്ങളോട് വീണ്ടും സർക്കാരിന്റെ കടുത്ത അവഗണന. ചെന്നൈയിൽ നടക്കുന്ന ദേശീയ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള താരങ്ങൾക്ക് നയാ പൈസയുടെ സഹായം കിട്ടിയില്ല. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഗൂണ്ട കുടിപ്പകയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രം അംഗം അട്ടഹാസം ട്രെയിലർ റിലീസായി. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ വർഷം സൗജന്യ ഓണക്കിറ്റുകൾ നൽകുന്നുവെന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. മീഡിയ കമ്പാനിയൻ എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോയാണ് പ്രചരിക്കുന്നത്. നാളെ അറിയാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൊച്ചി സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മുട്ടം, കളമശ്ശേരി, ഇടപ്പള്ളി, പാലാരിവട്ടം, കല്ലൂർ, കച്ചേരിപ്പടി, ബാനർജി റോഡ്, ഹൈക്കോടതി ജംഗ്ഷൻ, ഗോശ്രീ പാലം, ബുൾഗാട്ടി എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം. KICB ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ ഞായറാഴ്ച വരെ എറണാകുളം ടൗൺ ഹാളിൽ നടക്കും. നാളെ വൈകിട്ട് 4-ന് വിളംബര ജാഥ. 6 നടക്കുന്ന സെമിനാർ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കരയിലെ നെടുവത്തൂർ എന്ന ചെറുഗ്രാമത്തിലേക്ക് ലോകോത്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷൻ. പ്രതിസന്ധികളെ അവസരങ്ങളാക്കിയ സോഹോ സഹസ്ഥാപകൻ ശ്രീധർ വെൺപു വാല്യൂ പ്ലസിൽ വിജയഗാഥ തുറന്നു പറയുന്നു. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ദിവസവേതനത്തിൽ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇപ്പോൾ കിട്ടിയത്. തമിഴ്നാട് മഹാബലിപുരത്ത് വാഹനാപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ജമ്മുകശ്മീരിൽ ഭൂചലനം. 3 തീവ്രത രേഖപ്പെടുത്തി. തെലങ്കാനയിൽ മയക്കുമരുന്ന് വേട്ട. 350 ഗ്രാം കഞ്ചാവ് പിടികൂടി. ന്യൂസ് പൂർത്തിയാവുന്നു.